ആൺകരുത്തിന്റെ മാത്രം കുത്തകയെന്ന് ലോകം വിധിയെഴുതിയ മരണത്തിന്റെ അടിയൊഴുക്കുകളുള്ള ആഴക്കടലിലേക്ക് ധൈര്യപൂർവ്വം നീന്തിയിറങ്ങി ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഒരു മലയാളി പെൺകുടി. പാലക്കാടിന്റെ മണ്ണിൽ നിന്നും കടൽ കണ്ണുകളില്ലാത്ത പട്ടാമ്പിയിൽ നിന്നും ലോകത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന ആഴക്കടൽ നിർമ്മാണ മേഖലയിലേക്ക് അവൾ ചുവടുവെച്ചപ്പോൾ പിറന്നത് ഇന്ത്യയിലെ തന്നെ സമാനതകളില്ലാത്ത റെക്കോർഡ്. 29 വയസ്സുകാരിയായ അതുല്യ എന്ന പെൺകുട്ടിയാണ് ഇന്ന് വാണിജ്യ ഡൈവിംഗ് മേഖലയിൽ ഇന്ത്യയിലെ ഒരേ ഒരു വനിതാ ലൈസൻസ് ഉടമയായി രാജ്യത്തിന്റെ അഭിമാനമുയർത്തുന്നത്. സാഹസികത വിനോദമായി നമ്മൾ കാണുന്ന സ്കൂബ ഡൈവിംഗിൽ നിന്നും ഏറെ വ്യത്യസ്തവും അപകടകരവുമായ കൊമേഴ്ഷ്യൽ ഡൈവിംഗ് എന്ന കഠിനമായ തൊഴിലിടത്തിലാണ് അതുല്യ ഇന്ന് തന്റെ സാന്നിധ്യം അറിയിച്ചിരിക്കുന്നത്. കപ്പലുകളുടെ അടിത്തട്ടിലെ കേടുപാടുകൾ തീർക്കുക, അണ്ടർ വാട്ടർ വെൽഡിംഗ് നടത്തുക, ആഴക്കടൽ പരിശോധനകൾ കൃത്യമാക്കുക തുടങ്ങി ജീവൻ പണയം വെച്ചുള്ള ജോലികളാണ് ഈ മലയാളി യുവതി പുഞ്ചിരിയോടെ ഏറ്റെടുത്തിരിക്കുന്നത്. സാധാരണയായി സ്ത്രീകൾ സുരക്ഷിതമായ കരിയർ പാതകൾ തിരഞ്ഞെടുക്കുമ്പോൾ വെല്ലുവിളികളെ നെഞ്ചേറ്റാനായിരുന്നു അതുല്യയ്ക്ക് താല്പര്യം. സ്ത്രീകൾക്ക് ഇത്തരം കഠിനമായ മേഖലകൾ വഴങ്ങില്ലെന്ന പൊതുബോധത്തോടുള്ള ശാഠ്യമാണ് ഈ കരിയറിലേക്ക് വരാൻ ഈ പാലക്കാടുകാരിക്ക് പ്രചോദനമായത്. കൊച്ചി, കോവളം, ആൻഡമാൻ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ നിന്നും സ്കൂബ ഡൈവിംഗിൽ അടിസ്ഥാന പരിശീലനം നേടിയ അതുല്യ കഴിഞ്ഞ 5 വർഷമായി ഈ രംഗത്ത് സജീവമായിരുന്നു. എന്നാൽ കൊമേഴ്ഷ്യൽ ഡൈവിംഗ് എന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള കരിയറിലേക്ക് വഴി തുറന്നത് കൊച്ചിയിൽ നിന്ന് ലഭിച്ച ഒരു മികച്ച അവസരമാണ്. ഏകദേശം 12 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ദക്ഷിണാഫ്രിക്കയിലെ അത്യാധുനിക കൊമേഴ്ഷ്യൽ ഡൈവിംഗ് പരിശീലനം സ്പോൺസർഷിപ്പോടെ പൂർത്തിയാക്കാൻ സാധിച്ചതാണ് അതുല്യയുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായത്. കഠിനമായ ശാരീരികക്ഷമതാ പരീക്ഷകളും കടുത്ത മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള പരിശീലനങ്ങളും വിജയകരമായി മറികടന്നാണ് ഈ 29കാരി അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ലൈസൻസ് സ്വന്തമാക്കിയത്. ഒരു ചെറിയ പിഴവ് പോലും ജീവനെടുത്തേക്കാവുന്ന ഒരു തൊഴിൽ മേഖലയാണിത്. സൂര്യപ്രകാശം പോലും കടന്നു ചെല്ലാത്ത കനത്ത ഇരുട്ടും പ്രവചിക്കാനാവാത്ത ശക്തമായ അടിയൊഴുക്കുകളും നിറഞ്ഞതാണ് കടലിന്റെ അടിത്തട്ട്. ഭാരമേറിയ ആധുനിക സുരക്ഷാ കവചങ്ങളും സാങ്കേതിക ഉപകരണങ്ങളും ധരിച്ച് മണിക്കൂറുകളോളമാണ് കടലിനടിയിൽ കഴിച്ചുകൂട്ടേണ്ടി വരുന്നത്. സമുദ്രത്തിലെ വന്യജീവികളുടെയും ആക്രമണകാരികളായ മത്സ്യങ്ങളുടെയും സാന്നിധ്യം ഉയർത്തുന്ന ഭീഷണികൾ വേറെയുമുണ്ട്. എന്നാൽ ഈ അപകട സാധ്യതകളെല്ലാം കൃത്യമായ പരിശീലനവും അടങ്ങാത്ത ആത്മവിശ്വാസവും കൊണ്ട് നേരിടുകയാണ് അതുല്യ. ഈ നേട്ടങ്ങൾക്ക് പിന്നിൽ തന്നെ നിരുത്സാഹപ്പെടുത്താതെ കൂടെ നിന്ന് കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും വലിയ പിന്തുണയുണ്ടെന്നും ഈ മിടുക്കി നന്ദിയോടെ ഓർക്കുന്നു. കഠിനാധ്വാനവും താല്പര്യവും ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും ഈ മേഖലയിലേക്ക് കടന്നു വരാൻ സാധിക്കുമെന്നാണ് അതുല്യ നൽകുന്ന സന്ദേശം. കടലില്ലാത്തൊരു നാട്ടിൽ നിന്നും ആഴക്കടലിന്റെ അധിപയായി മാറിയ അതുല്യയുടെ ഈ വിജയഗാഥ വരും തലമുറയിലെ ലക്ഷക്കണക്കിന് പെൺകുട്ടികൾക്ക് സ്വപ്നം കാണാനും അത് നേടിയെടുക്കാനുമുള്ള വലിയൊരു പ്രചോദനമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രതിസന്ധികളുടെ ആഴക്കടലിലും തളരാത്ത മനസാന്നിധ്യമുണ്ടെങ്കിൽ ഏത് കൊടുമുടിയും കീഴടക്കാമെന്ന് തെളിയിക്കുകയാണ് അതുല്യ എന്ന ഈ പെൺകുട്ടി. വെല്ലുവിളികൾ നിറഞ്ഞ കരിയർ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും, പ്രത്യേകിച്ച് വരും തലമുറയിലെ പെൺകുട്ടികൾക്ക് വലിയൊരു ആത്മവിശ്വാസമാണ് ഈ പട്ടാമ്പിക്കാരി സമ്മാനിക്കുന്നത്. ഭയത്തിനപ്പുറമാണ് വിജയമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാട്ടിത്തന്ന അതുല്യ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് നീന്തി കയറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. വഴിമാറാൻ മടിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുതി ജയിച്ച ഈ 29കാരുടെ കഥ വരുംകാല ചരിത്രത്തിൽ സമാനതകളില്ലാത്തൊരു വിജയഗാഥയായി എന്നും തിളങ്ങി നിൽക്കട്ടെ.